മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന സമ്മാനിക്കാൻ അവർക്ക് കഴിയും. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് വാക്കുകൊണ്ട് സ്നേഹിക്കാനും മനസ്സുകൊണ്ട് വഞ്ചിക്കാനുമുള്ള കഴിവ്. എത്ര അവഗണിക്കുന്നുവോ അത്രത്തോളം കരുത്താർജിക്കാൻ കഴിയണം. ഓരോ അവഗണനയും ജീവിതത്തിലെ ഓരോ പാഠങ്ങളാക്കണം. അകറ്റി നിർത്തിയവർക്കും അവഗണിച്ചവർക്കും നിങ്ങളെ ആവശ്യം വരുന്ന ഒരു സമയം വരും. ഭക്തരെ, ഒരാൾ ചെയ്ത ദ്രോഹവും അയാൾ കൊടുത്ത മതിപ്പും അയാൾ ചെയ്ത ദാനവും അയാൾ ചെയ്തതിനേക്കാളും ഭംഗിയായി ഒരു നാൾ അയാൾക്ക് തന്നെ ലഭിക്കും എന്ന ഓർമ്മയോടെ ജീവിക്കുക. ഭക്തരെ, ജീവിതത്തിലെ ദുഃഖങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരുന്നത് കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. മഹാദേവനിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഭക്തരെ, ആരിൽ നിന്നും അധികമൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കിയതുപോലെ അവർ നിങ്ങളെയും മനസ്സിലാക്കും എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഭയന്ന് ഓടരുത്. ഒരിക്കൽ ഓടിയാൽ ജീവിതാവസാനം വരെ ഓടേണ്ടി വരും. എന്തിനേയും ഭയപ്പെടാതെ നേരിടുക. ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും. ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എല്ലാവരോടും പറയും. ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക. എന്നാൽ അത്തരം ആളുകളെ വീണ്ടും വിശ്വസിക്കുന്ന വിഡ്ഢിയാകാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടത്തിൻ്റെ പകുതിയെങ്കിലും അവർക്ക് നിങ്ങളോടുണ്ടാകണം. ഭക്തരെ, നിങ്ങളുടെ മനസ്സിൽ ചിലർക്ക് വലിയ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ നിങ്ങളെ നിസ്സാരമായി പറയുന്ന വാക്കുകൾ പോലും നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടാക്കുന്നത്. ഭക്തരെ, സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ഭാരമായി തോന്നില്ല. സ്നേഹമില്ലെങ്കിൽ എല്ലാം ഭാരമായി തോന്നും. മടുക്കുവോളം ആകരുത്, മരിക്കുവോളം ആകണം എല്ലാ ബന്ധങ്ങളും. ചേർത്തു പിടിക്കാൻ നല്ലൊരു സ്നേഹമുണ്ടെങ്കിൽ, ഒരാശ്വാസവാക്കുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ. ഭക്തരെ, ഓരോ പുലരിയും രണ്ടാമൂഴമാണ്. ഇന്നലകളിലെ തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമൂഴം. മറ്റുള്ളവരുടെ ഉള്ളു നോവിച്ച് ആര് എന്ത് നേടിയാലും നാളെ 10 മടങ്ങ് വില കൊടുക്കേണ്ടി വരും. ഭക്തരെ, നല്ല ഹൃദയമുള്ള ഒരാളിലായിരിക്കും ഏറ്റവും അപകടകരമായ കോപം ഒളിഞ്ഞിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ കൊടുക്കേണ്ട ഒന്നല്ല സ്നേഹം, സമയം കണ്ടെത്തി കൊടുക്കേണ്ട ഒന്നാണ്. ഭക്തരെ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമല്ല, ആവശ്യത്തിൽ കൂടുതൽ നല്ലവനായാലും വേദനിക്കേണ്ടി വന്നേക്കാം. വിധിയേക്കാളും ഭാഗ്യത്തെക്കാളും ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. ഒരിക്കലും അത് പാഴായി പോകുന്നില്ല. കളങ്കമില്ലാത്ത ഭക്തിയുണ്ടെങ്കിൽ മഹാദേവൻ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭക്തരെ, എന്തിൻ്റെയും ആഴം അറിയണമെങ്കിൽ അത് സ്വയം അനുഭവിക്കണം. അത് സന്തോഷമായാലും സങ്കടമായാലും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.